ഹലോ, ഇപ്പം ഞാനിന്ന് കാണിക്കുന്ന വിപ്പിംഗ് ക്രീം വെച്ചിട്ട് റോസ് ഫ്ലവർ വരയ്ക്കുന്നതാണ്. അപ്പോൾ ഇത് റോസ് ഫ്ലവർ വരയ്ക്കാൻ അറിയാൻ പാടില്ലാത്തവരും അതുപോലെ ബുദ്ധിമുട്ടുള്ളവരും ഈ വീഡിയോ ഒന്ന് കണ്ടാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് ഉപകാരപ്പെടും. അപ്പം നമ്മൾ ഈ രണ്ട് നോസിലും നമുക്ക് ഉപയോഗിക്കാം. ഞാൻ കൂടുതലായിട്ട് ഈ രണ്ട് നോസിലാണ് ഫ്ലവർ വരയ്ക്കാൻ ഉപയോഗിക്കുന്നത്. രണ്ടും തമ്മിൽ എതളുകൾക്ക് കുറച്ച് ഡിഫറൻസേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ വിടവ്, അതായത് ഗ്യാപ്പ് കൂടുതലുള്ള ഭാഗം താഴെയും ഗ്യാപ്പ് കുറവുള്ള ഭാഗം മുകളിലോട്ടുമാണ് നമ്മൾ നോസിൽ പിടിക്കേണ്ടത്. അതിനുശേഷം നമ്മൾ ഓരോ എതളുകൾ ഇതുപോലെ ആദ്യം നമ്മൾ അതിൻ്റെ നടുക്കത്തെ കൂമ്പ് പോലുള്ള ചെറിയ എതൾ വരച്ച് കൊടുക്കുക. അതിനുശേഷം ഇതുപോലെ ഓരോ എതളുകളും തീർന്നതിൻ്റെ തൊട്ട് ബാക്കിൽ നിന്ന് അടുത്ത എതൾ വരച്ച് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഫ്ലവറിൻ്റെ വലിപ്പം കൂട്ടുന്നതനുസരിച്ച് എതളുകൾ കൂട്ടിയാൽ വലിപ്പം കൂടി വരും. അതുപോലെ എതളുകൾ കുറയ്ക്കുമ്പോൾ നമുക്ക് ചെറിയ മുട്ടും വരച്ചെടുക്കാം. ഒരു 3-4 എതൾ വരയ്ക്കുമ്പോഴത്തേക്കും നമുക്ക് നല്ലൊരു മുട്ടായി കിട്ടും. പിന്നെ ഇതിൻ്റെ ക്രീമിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ക്രീമിൽ ഒട്ടും എയർ ബബിൾസ് ഉണ്ടാകാൻ പാടില്ല. നമ്മൾ വീണ്ടും സ്പാച്ചിൽ വെച്ച് നന്നായിട്ട് അടിച്ചതിന് ശേഷം ക്രീം ഫില്ല് ചെയ്യാം. നമുക്ക് കളർ ആഡ് ചെയ്തിട്ടായാലും നല്ലതായിട്ട് നമുക്ക് വരയ്ക്കാൻ പറ്റും. ഒരിക്കലും ക്രീം ലൂസായി പോകത്തില്ല. നിങ്ങൾക്ക് ഇതുപോലെ വരച്ച് ഡയറക്റ്റ് കേക്കിലോട്ടോ അല്ലെങ്കിൽ ഇതുപോലെ ടേബിളിൽ വെച്ചിട്ടോ കേക്കിലെടുത്ത് സെറ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇതിൽ നമുക്ക് ഇപ്പം ഞാൻ ചെയ്യുന്ന ഡസ്റ്റ് കളറാണ് അടിച്ചു കൊടുക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് കളർ അപ്ലൈ ചെയ്താലും നല്ല ഭംഗിയായിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ ഇതുവരെ ഇഷ്ടമായി എല്ലാവരും ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ളൊരു ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. എൻ്റെ എല്ലാ വീഡിയോയും കേക്ക് സംബന്ധമായ വീഡിയോസാണ്. അപ്പോൾ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിന് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ, ഫ്രണ്ട്സിന് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ഒന്ന് റെക്കമെൻഡ് ചെയ്യണം. വെറൈറ്റി ഡിസൈൻസുകളൊക്കെ ഉണ്ടാകുന്നതായിരിക്കും. അപ്പം എല്ലാവർക്കും താങ്ക്സ്.